ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണിക്കാൻ പോകുന്നത് കേൽച്ചീരയാണ്. ഇതാണ് കേട്ടോ കേൽച്ചീര. ഇത് തൊട്ട് കുറച്ച് ദിവസമായ കേൽച്ചീരയാണ്. നമുക്കിതിൻ്റെ കാടൊക്കെ പറിച്ചു കൊടുക്കാം. ബ്രക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ കുടുംബത്തിൽപ്പെട്ട ഒരിനമാണിത്. കേൽച്ചീരയുടെ ഇലകളുടെ അറ്റം ചുരുണ്ടാണ് ഇരിക്കുന്നത്. ഇളം പച്ച, പച്ച, വയലറ്റ് പച്ച, കടും പച്ച, വയലറ്റ് ബ്രൗൺ എന്നീ കളറുകളിൽ ഇത് കാണപ്പെടുന്നു. ഇതൊരു ശീതകാല പച്ചക്കറി വിളയാണ് കേട്ടോ. കേലിന് ഇലക്യാബേജ് എന്ന പേരും കൂടിയുണ്ട്. ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും കൃഷി ചെയ്യേണ്ടത്. നവംബർ ഡിസംബർ മാസങ്ങളാണ് കേൽ കൃഷിക്ക് ഏറ്റവും നല്ലത്. ഗ്രോ ബാഗിലോ നിലത്ത് നടാവുന്നതാണ്. നല്ല നീർവാഴ്ചയുള്ള ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ഇത് നടേണ്ടത്. ഇതാണ് നമ്മുടെ കേൽച്ചീര. വളരെ വലുതായിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു ഇനമാണ്. ഇതിന് വയലറ്റ് കളറാണ് മുകളിൽ. ചുരുങ്ങിയത് 6 മണിക്കൂർ സൂര്യപ്രകാശം ഇതിന് വേണം. ചൂട് കൂടാൻ പാടില്ല. ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം തടങ്ങട്ട് നിൽക്കരുത് കേട്ടോ. ഇതിൻ്റെ ഇലകളാണ് കേട്ടോ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കേൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതിന് വൈറ്റമിൻ B6, വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ B, വൈറ്റമിൻ E, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചീരയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ 4 ഇരട്ടിയും ഇതിലുണ്ട്. കേലിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇന്ന് കേയിലും മയിൽപ്പീലി ചീരയും കൂടിയാണ് കറി വയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ കേൽ തോരൻ വയ്ക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.